നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. മാനേജീരിയൽ എക്കണോമിക്സിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഡിമാൻഡ്, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ, ഡിമാൻഡ് എസ്റ്റിമേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയുള്ളൊരു ടോപ്പിക്കാണ് മൂവ്മെൻറ്റ് വേഴ്സസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ പഠിച്ചപ്പോൾ ഓൾറെഡി നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് എന്നും പറഞ്ഞ് നമ്മൾ കുറച്ചധികം ഫാക്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ? ഏകദേശം ഒരു 10-20ഓളം ഫാക്ടേഴ്സ് നമ്മൾ തന്നെ നോക്കിയാൽ ഇൻകം, പ്രൈസ്, പിന്നെ ഓൾട്ടർനേറ്റീവ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ്, അങ്ങനെ ഒരുപാട് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-20-25ഓളം ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തിന്? നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാടെണ്ണം നമുക്ക് പറയാൻ പറ്റും അല്ലേ? പക്ഷെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കറിയാം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ്സ് ഇൻ ഡിമാൻഡ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ഞാൻ ആ ഫാക്ടർ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെന്താ പറയുന്നത്, ഞാനിപ്പോൾ പറയുകയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആകെ 2 ആക്ടേഴ്സേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ സിനിമയല്ല, നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 2 കാറ്റഗറി ഓഫ് ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് മോഹൻലാലും മമ്മൂട്ടിയും, പിന്നെ മറ്റുള്ള നടന്മാരും അല്ലേ? മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും മറ്റുള്ള നടന്മാരും എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ 2 പേഴ്സൺസിൻ്റെ പേര് ഞാനിവിടെ എടുത്തു പറയുന്നുണ്ട് അല്ലേ? മോഹൻലാലും മമ്മൂട്ടി. അപ്പം അതിനകത്ത് അവർക്ക് 2 പേർക്കും, എല്ലാ ആക്ടേഴ്സിനിടയിലും ഇവർക്ക് 2 പേർക്കും ഉള്ളൊരു പ്രോമിനൻസ് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കാരണം അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിൻ്റെ ഇടയിൽ 2 ക്രിക്കറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, 2 കാറ്റഗറി ഓഫ് ക്രിക്കറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറും മറ്റുള്ള ക്രിക്കറ്റേഴ്സും. ഇപ്പം എന്താണ്, അവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രോമിനൻസ് കൊടുക്കുകയാണ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അല്ലേ? അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്ഥാനവും അതുപോലെ തന്നെ മറ്റുള്ളവരെ എല്ലാം ഒരു കാറ്റഗറിയിലാക്കിയേക്കുന്നത് അല്ലേ? നമ്മൾ ഇതുപോലുള്ള ലെജൻഡറീസ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ്, അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെയാണല്ലേ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും വരുന്നത്. ഞാൻ പറയുന്നു, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയെങ്കിൽ പിന്നെ അത് ഏതാ? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സേ ഉള്ളൂ, പ്രൈസും അതർ ദാൻ പ്രൈസും. ഓക്കെ, എന്താണ്? പ്രൈസും അതർ ദാൻ പ്രൈസും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ അതർ ദാൻ പ്രൈസിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അല്ലേ? നമ്മൾ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ അതർ ദാൻ പ്രൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടാവാം. അപ്പം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സേ ഉള്ളൂ, പ്രൈസും അതർ ദാൻ പ്രൈസും. അപ്പോൾ ഞാൻ അവിടെ പ്രോമിനൻസ്, ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനാണ്? പ്രൈസിനാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഡിമാൻഡിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. നമ്മുടെ നോർമൽ ഡിമാൻഡ് തിയറി എന്താണ്? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ കൂടുതലും ഈ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എന്തിലാണ്? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രൈസിനൊരു പ്രോമിനൻസ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും കൂടി അതർ ദാൻ പ്രൈസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു തോട്ട്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ പറ്റി പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കാം, മൂവ്മെൻറ്റ്സ് വേഴ്സസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്.
അപ്പോൾ ആദ്യം ഞാൻ എന്താണ് ഡിമാൻഡ് എന്നുള്ളതും ഡിമാൻഡ് കർവ് എന്താണെന്നുള്ളതും ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇൻ ഡിമാൻഡ് പഠിക്കുമ്പോൾ അതിനകത്ത് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പറയാതെ നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഡിമാൻഡ് എന്നുള്ളത് പഠിക്കാം. In economics, demand is defined as the quantity of a product or service that a customer is ready to buy at various prices over a period. എന്താണ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ അതൊരു കസ്റ്റമർ അവരാവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും വേണം. ആ ഒരു പ്രൈസിന് അവരാവശ്യപ്പെടുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു ക്വാണ്ടിറ്റി, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് മനസ്സിലാവും എന്താണ് ഡിമാൻഡ്. ഇപ്പം ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ 10 രൂപയാണെങ്കിൽ 10 രൂപ ആയിരിക്കുന്ന സമയത്ത് അതിന് കുറച്ച് ആവശ്യക്കാരുണ്ടായിരിക്കും, അല്ലേ? 10 രൂപ ആയിരിക്കുന്ന സമയത്ത് അതിന് കുറച്ച് ആവശ്യക്കാർ. ഇത് 15 രൂപയാക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇതിൻ്റെ വില കൂടി, ഇനി നമുക്കിത് വാങ്ങിച്ചാൽ ശരിയാകത്തില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് അവർ ഈ പ്രോഡക്റ്റ് വിട്ടിട്ട് അടുത്ത പ്രോഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് എന്താ? ഇത് വാങ്ങിക്കാനുള്ള റെഡി ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറയും, ഈ ഒരു പ്രോഡക്റ്റിനുള്ള ആവശ്യക്കാരുടെ എണ്ണം കുറയും. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? ഡിമാൻഡ് കുറഞ്ഞു എന്നാ പറയുക, അല്ലേ? നമ്മുടെ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ റെഡി ടു ബൈ ആയിട്ട് നിൽക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രൈസ് കുറച്ചു എന്ന് വെച്ചോ, വില കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് നേരത്തെ നമ്മൾ ആവശ്യത്തിനൊക്കെ മേടിക്കത്തുള്ളായിരുന്നു, ഇപ്പോൾ വില കുറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് അധികം വാങ്ങിക്കാം എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓഫർ ഇടും, അല്ലേ? ചില ദിവസങ്ങളിൽ വ്യാഴം ബുധനൊക്കെ നോക്കിയിട്ട് അവർ ഓഫേഴ്സ് ഇടാറുണ്ട്, അല്ലേ? അപ്പോൾ ഓഫർ ഇടുമ്പോൾ എന്ത് ചെയ്യും? ആ ദിവസം ഭയങ്കര ചിലവായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് നമ്മൾ ഓഫർ ഇടുമ്പോൾ. കാരണം എന്താ? വില കുറഞ്ഞു. ഇപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മളത് വാങ്ങിക്കും. കാരണം എന്താ? നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, എന്തായാലും 2-3 ദിവസത്തിനൊക്കെ ഉള്ളിൽ നമുക്കതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എന്താ? ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അങ്ങോട്ട് കൂടും. കാരണം എന്താ? പ്രൈസ് കുറഞ്ഞു. നാളെ ഇതിൻ്റെ പ്രൈസ് കൂടുമെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കുറഞ്ഞ വിലയ്ക്ക് അങ്ങ് മേടിക്കും, ഇല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഈ ഡിമാൻഡിൻ്റെ ഏറ്റക്കുറച്ചിലുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്താണെന്നറിയാമല്ലോ? It is a quantity of a product or service a customer is ready to buy at various prices. ഓരോ പ്രൈസ് ലെവലിലും ഒരു കസ്റ്റമർ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് റെഡി ആവുന്ന ആ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ഡിമാൻഡ്. മേ ബി പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി വാങ്ങിക്കാനുള്ള കസ്റ്റമേഴ്സ് ആ ക്വാണ്ടിറ്റി വാങ്ങിക്കേണ്ട ക്വാണ്ടിറ്റിയുടെ അളവ് കുറയ്ക്കും. പ്രൈസ് കുറയുമ്പോൾ വാങ്ങിക്കേണ്ട ക്വാണ്ടിറ്റിയുടെ അളവ് കൂട്ടും. ഇങ്ങനെയാണ് നോർമലി സംഭവിക്കാറ്, അല്ലേ? ഇനി എന്താണ് ഡിമാൻഡ് കർവ് എന്നുള്ളത്? ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫ് ഇൻഡിക്കേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമർ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ദ കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, showing an inverse relationship between the price of the product and quantity demanded. എന്താണ് ഡിമാൻഡ് കർവ്? നമുക്കറിയാം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു, പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ നോർമൽ ഡിമാൻഡ് എങ്ങനെയാണ് സംഭവിക്കുക? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇത് തമ്മിൽ എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. അതിനെയാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഡിമാൻഡ്, ഇതിൻ്റെ ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഒരു ഗ്രാഫിക്കൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നോർമലി ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കുക? എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. വൈ ആക്സിസ് പ്രൈസും എക്സ് ആക്സിസ് ക്വാണ്ടിറ്റിയും ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോലെയാണ് ഡിമാൻഡ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണിത്. ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇനി പ്രൈസ് കൂടുവാണ്. പ്രൈസ് കൂടുമ്പോൾ എന്താ? ഇവിടെ വന്ന് ടച്ച് ചെയ്തു, എന്ത് വന്നു?
ക്വാണ്ടിറ്റി, വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞു. ഇനി ഇതാ പ്രൈസ് താഴേക്ക് വന്നു, കുറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടി, വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി കൂടി. ഇങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഡൗൺവേർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ്. ഇതിപ്പോൾ പ്രൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഇത് ക്വാണ്ടിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, ഇപ്പം ഒരു പെർട്ടിക്കുലർ പ്രൈസ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൈസ് എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇവിടെയാണ് പോയിന്റിൽ മുട്ടുന്നത്, ഇങ്ങോട്ട് വരച്ചു. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇപ്പോൾ പ്രൈസ് 10 രൂപയായിരുന്നപ്പോൾ 10 കിലോ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കുമായിരുന്നു. ഇനി പ്രൈസ് കൂട്ടുകയാണ്, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയിട്ട് 15 രൂപയ്ക്ക് വാങ്ങിക്കുകയാണ്. ഓക്കെ, മേളിലോട്ട് പോകുന്തോറും കൂടുകയാണ്, ഇവിടെ റൈറ്റിലോട്ട് പോകുന്തോറുമാണ് കൂടുന്നത്. അപ്പോൾ 15 രൂപയാക്കിയപ്പോൾ ഇവിടെയാണ് 15, ഇങ്ങോട്ട് വരയ്ക്കുകയാണ് നമ്മൾ. എന്താണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് വരയ്ക്കുമ്പോൾ ഇത് കണ്ടോ, ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഇങ്ങോട്ട് പോകുന്നതോറുമാണ് ക്വാണ്ടിറ്റി കൂടുന്നത്, ഇങ്ങോട്ട് പോകുന്നതോറും ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോൾ എന്താണ്, 15 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ എല്ലാവരും 5 kg വെച്ചേ വാങ്ങിക്കുന്നുള്ളൂ. ഇനി എന്ത് ചെയ്തു? പ്രൈസ് കുറച്ചു, 10 രൂപ ആയതിൽ നിന്നും കുറച്ചു, ഒരു 5 രൂപയിലേക്ക് പ്രൈസ് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? എന്നിട്ട് പ്രൈസ് കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? ദേ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു, ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡിമാൻഡ് കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിമാൻഡിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, ആ ഡിമാൻഡിൻ്റെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, ഇതല്ലേ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് ഡിമാൻഡ് കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദ കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഷോയിങ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എന്താ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം എന്താണ്? കാരണം പ്രോഡക്റ്റിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്, അതല്ലേ? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ മേടിച്ചു. രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ചിലപ്പോൾ നമ്മളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് ഡിമാൻഡ് കർവ് നോർമലി എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ചിലപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് സ്ലോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. അന്നേരം നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. എന്ത് തമ്മിൽ? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റും ക്വാണ്ടിറ്റി ഡിമാൻഡും. അതിൻ്റെ കാര്യം ഞാനിവിടെ വരച്ച് കാണിച്ചു തന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് 2 ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്, മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും, അല്ലേ? ഞാൻ 2 ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിരുന്നു, മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും. അതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ് നമുക്ക് പഠിക്കാം. മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡിനെ തന്നെ നമ്മൾ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും നമ്മൾ പറയാറുണ്ട്. എന്താണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്? എന്താണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ വലുതാവുക, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുതാവുക. ഓക്കെ, അത് ഡിക്ഷണറി മീനിങ്. ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സേ ഉള്ളൂ. എന്തൊക്കെയാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്? പ്രൈസും അതർ ദാൻ പ്രൈസും, അല്ലേ? പ്രൈസും അതർ ദാൻ പ്രൈസും, ഈ 2 ഫാക്ടേഴ്സേ ഉള്ളൂ എന്ത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ, ഞാൻ അതുപോലെ തന്നെ നമ്മൾ 2 ടോപ്പിക്കും പറഞ്ഞു, മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും. അപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? പ്രൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച്, ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന മാറ്റം, അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ്. എന്താണ്? പ്രൈസ്, മറ്റുള്ള ഫാക്ടേഴ്സിനെ പറ്റി ഇവിടെ പറയുന്നില്ല.
പ്രൈസിലുണ്ടാകുന്ന മാറ്റം ഡിമാൻഡിലുണ്ടാക്കുന്ന മൂവ്മെൻറ്റിനെ ചിലപ്പോൾ അത് എന്ത് ചെയ്യും, കൂടും, ഡിമാൻഡ് കൂടും, ചിലപ്പോൾ ഡിമാൻഡ് കുറയും, എന്താണെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രൈസിൽ ഉണ്ടാക്കുന്ന മാറ്റം ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നതാണ് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ്. അവിടെ എന്ത് ഫാക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ, പ്രൈസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ത്, മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണപ്പോൾ മൂവ്മെൻറ്റ് ഇൻ ഡിമാൻഡ് മീൻസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് മീൻസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇല്ലേ, മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കൺഫ്യൂസിങ് ആവാതിരിക്കാനാണ്. നമുക്ക് 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അവിടെ നിൽക്കട്ടെ, ആദ്യം നമ്മൾ മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണുള്ളത്, പ്രൈസും അതർ ദാൻ പ്രൈസും. ഈ 2 ഫാക്ടേഴ്സും വെച്ചിട്ടാണ് നമ്മൾ ഈ 2 ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ അതർ ദാൻ പ്രൈസിനെ അങ്ങെടുത്ത് മാറ്റി പ്രൈസിനെ മാത്രം കൺസിഡർ ചെയ്യാം. പ്രൈസിലുണ്ടാകുന്ന മാറ്റം എന്ത്, ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ്. ഇനി പ്രൈസിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, പ്രൈസ് കൂടാം, പ്രൈസ് കുറയാം, ഇതല്ലേ സംഭവിക്കൂ അല്ലേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയും. ഓക്കെ, നോർമലി എങ്ങനെയാണ് ഈ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്, എന്താണ്, പ്രൈസ് കൂടുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഡിമാൻഡ് താഴേക്ക് വരും. കാരണം എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണല്ലേ, പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പം എന്താണ്, ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് വരുന്നത്. എന്താണ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ അത് രണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിൻ്റെ രണ്ടിൻ്റെയും മൂവ്മെൻറ്റ്സുകൾ എങ്ങനെയാണെന്ന് വരുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മൂവ്സ് അപ്വേർഡ്, ഡിമാൻഡ് ഫോർ ദാറ്റ് കമ്മോഡിറ്റി മൂവ്സ് ഡൗൺവേർഡ്. എന്താ പറയുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, താഴോട്ട് പോവും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെ. ഇനി അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, എനി ഫോൾ ഇൻ ഡിമാൻഡ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ് കോൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എന്താണ്, ഞാനിവിടെ പറഞ്ഞു മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡിനെ നമ്മൾ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. എന്താണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ? എക്സ്റ്റൻഷൻ മീൻസ് വലുതാവുക അല്ലെങ്കിൽ വികസിക്കുക, കോൺട്രാക്ഷൻ മീൻസ് ചുരുങ്ങുക. ഇവിടെ എന്തിൻ്റെ എക്സ്റ്റൻഷനും എന്തിൻ്റെ കോൺട്രാക്ഷനെ പറ്റി പറയുന്നത്, ഡിമാൻഡിൻ്റെ ആണല്ലേ പറയുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റുള്ള, അതായത് നമ്മൾ പ്രൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഈ അതർ ദാൻ പ്രൈസിൽ വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ്, ഇൻകം ഉണ്ട്, പിന്നെ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല, എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഒരാളുടെ ഇൻകത്തിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൽ പ്രൈസിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അതെല്ലാം പഴയതുപോലെ തന്നെയാണ്. എന്തിൽ മാത്രം മാറ്റം സംഭവിക്കുന്നു, ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ മാത്രം മാറ്റം സംഭവിക്കുന്നു. അതായത് ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, എന്തുമാവാം, ഏത് പ്രോഡക്റ്റും ആവാം. ഈ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അങ്ങോട്ട് കൂടുകയാണ്. ഒബ്വിയസ്ലി ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും, ഡിമാൻഡ് കുറയും അല്ലേ. പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. അപ്പോൾ ഡിമാൻഡ് കുറയുകയാണ്. എക്സ്റ്റൻഷനിലും കോൺട്രാക്ഷനിലും കുറയുക എന്ന് പറയുന്ന മീനിങ്ങിൽ വരുന്ന ടേം അതാണ്, കോൺട്രാക്ഷൻ ആണ്, ചുരുങ്ങുക അല്ലേ. അപ്പോൾ മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേ, പ്രൈസിലുണ്ടാകുന്ന പ്രൈസിലുണ്ടാകുന്ന ഇൻക്രീസ് ഡിമാൻഡിലുണ്ടാകുന്ന
ഫോള് അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാവുന്ന കുറവ്, അതിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്ത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, കാരണം മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡിൽ നമ്മൾ മറ്റുള്ള ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. അതെല്ലാം പഴയപടി എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡിൽ ആ ഫാക്ടേഴ്സിനകത്തൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അതെല്ലാം അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, പ്രൈസ് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈസാണ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുന്നത്, വേറെ കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. അപ്പോൾ മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡ് എപ്പോഴും നിങ്ങൾ മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം ഇത് എന്ത് തമ്മിലുള്ള ബന്ധമാണ്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡിൽ രണ്ട് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്, എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും. എന്തിന്റെ എക്സ്റ്റൻഷൻ, എന്തിന്റെ കോൺട്രാക്ഷൻ? ഡിമാൻഡിന്റെ എക്സ്റ്റൻഷനും ഡിമാൻഡിന്റെ കോൺട്രാക്ഷനും. ഓക്കെ, അപ്പൊ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, വർദ്ധിക്കുക. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക, അറിയാം. അപ്പോൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഇവിടെ കോൺസ്റ്റന്റ് ആണെന്നും നിങ്ങൾക്കറിയാം. ഇനി പ്രൈസ് കൂടുന്നു. പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഡിമാൻഡ് കുറയും, അല്ലേ? ഡിമാൻഡ് കുറയുമ്പോൾ നമ്മൾ ഏത് ടേം യൂസ് ചെയ്യും മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡിൽ? കോൺട്രാക്ഷൻ. ഓക്കെ, പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു റൈസ് ഡിമാൻഡിനെ ഫോളോ ചെയ്യിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. അതായത് ഡിമാൻഡ് കുറയുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, അല്ലേ? അപ്പൊ എന്തായിരിക്കും എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്? പ്രൈസിൽ ഉണ്ടാകുന്ന ഫോള് ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന ഒരു റൈസ് ഉണ്ട്, അതായത് ഒരു ഉയർച്ചയുണ്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മൂവ്സ് ഡൗൺവേർഡ്, demand of the commodity moves upward. Any rise in demand due to fall in price is called extension or expansion of demand. Okay, അപ്പോൾ നമുക്ക് രണ്ടെണ്ണമാണ് മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡിലുള്ള രണ്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡിൽ രണ്ട് മൂവ്മെന്റ് ആണുള്ളത്, എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും. എപ്പോഴാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്? എപ്പോഴാണ്? എക്സ്റ്റൻഷൻ മീൻസ് ഡിമാൻഡ് കൂടുക, അല്ലെ? ഡിമാൻഡ് വർദ്ധിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. എപ്പോഴാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നത്? പ്രൈസിൽ ഉണ്ടാകുന്ന ഫോള്, അല്ലെ? അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും, ഇല്ലേ? ഡിമാൻഡ് കൂടും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റൻഷൻ. അപ്പൊ ആ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡിൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ കോൺട്രാക്ഷൻ എങ്ങനെയാ വരിക? പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും, അല്ലേ? അല്ലെങ്കിൽ ചുരുങ്ങും. ആ ഡിമാൻഡിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. പ്രൈസ് കൂടിയിട്ട് ഡിമാൻഡ് കുറയുമ്പോൾ ഉള്ള ആ മൂവ്മെന്റ്, ഡിമാൻഡ് കുറയുന്ന ആ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്താണെന്നും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്താണെന്നും പഠിച്ചു. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. രണ്ട് ചേഞ്ചസ് അല്ലെങ്കിൽ രണ്ട് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്, എന്ത്? എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും, അല്ലേ? അപ്പൊ മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡ്, അത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും, അല്ലേ? ഡിമാൻഡിന്റെ മൂവ്മെന്റ്സ്, രണ്ട് മൂവ്മെന്റ്സ് ആണ് ഡിമാൻഡിന് ഉണ്ടാവുന്നത്. എന്താണ്? എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും, ഇല്ലേ? മൂവ്മെന്റ്സ് ഓഫ് ഡിമാൻഡ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാണ് മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നത്. ഒന്നുകിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന മൂവ്മെന്റ് ആവാം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന മൂവ്മെന്റ് ആവാം. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് the changes in demand due to changes in price alone are called movement in demand or extension of contraction of demand. എന്താണ് മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് മാത്രം ആണ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമുക്ക് മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡ് എന്നാണ് വിളിക്കാൻ സാധിക്കുക. എന്താണ്?
പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് മാത്രം, അതായത് പ്രൈസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് മാത്രം ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ എക്കണോമിക്സിൽ എന്താ വിളിക്കുക? മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡ് എന്നാണ് വിളിക്കുക. എക്കണോമിക്സിൽ അങ്ങനെ പല പ്രതിഭാസങ്ങളും ഉണ്ട്, ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അതൊക്കെ വേണം നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് മാത്രം ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ, അത് എക്സ്റ്റൻഷനുമാവാം കോൺട്രാക്ഷനുമാവാം. ഓക്കെ, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് മാത്രം ഡിമാൻഡിൽ ഉണ്ടാവുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മൂവ്മെന്റ് ഇൻ ഡിമാൻഡ് എന്നോ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നോ വിളിക്കുക. അപ്പോൾ നമ്മളുടെ രണ്ട് ടോപ്പിക്കിൽ മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡും വേഴ്സസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോയത്. അപ്പോൾ മൂവ്മെന്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.